ആശങ്കയുടെ പെരുമ്പറ മുഴക്കിയാണ് കേരളത്തിൽ മഴ പെയ്യുന്നത്. പ്രതീക്ഷിച്ചതിലും നേരത്തെ അണിക്കുറി കാലവർഷമെത്തിയത്. കാറ്റും മഴയും വെള്ളവും വെള്ളക്കെട്ടും പ്രളയഭീതിയും ഒക്കെ പലപ്പോഴായി നാം അനുഭവിക്കുന്നതാണ്. അതിനാൽ മുന്നൊരുക്കങ്ങൾ പൂർണ്ണമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം മഴക്കാലം രോഗകാലം കൂടിയാണ്. വിവിധതരം പനികൾ, ഡെങ്കിപ്പനി, മലേറിയ, ചിക്കൻ ഗുനിയ, എലിപ്പനി, ടൈഫോയിഡ്, കോളറ, വയറിളക്കം എന്നിങ്ങനെ അത് നീളുന്നു. മഴരോഗങ്ങളും ജലജന്യ രോഗങ്ങളും ഒക്കെ സർവ്വവ്യാപിയാകുന്ന നാളിൽ മുതിർന്നവർക്കൊപ്പം കുട്ടികൾക്കും കൂടി ഏറെ ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണിത്. ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചും പ്രതിരോധ പ്രവർത്തനങ്ങൾ പിന്തുടർന്നുമൊക്കെ രോഗങ്ങളെ ഒരു പരിധിവരെ നമുക്ക് അകറ്റി നിർത്താനാകും. മഴക്കാലത്തെ ആരോഗ്യപരമായ വെല്ലുവിളികളെയും രോഗങ്ങളെയും മുതിർന്നവർക്ക് സ്വയം നേരിടാൻ സാധിക്കുമെങ്കിലും കുട്ടികളുടെ കാര്യം അങ്ങനെയല്ല. അവർക്ക് എപ്പോഴും രക്ഷിതാക്കളുടെ സഹായം ആവശ്യമായി വരും. ഭക്ഷണ കാര്യങ്ങളിലും പ്രതിരോധ പ്രവർത്തനങ്ങളിലും കൂടുതൽ ശ്രദ്ധ ചെലുത്തിയാൽ അടിക്കടി ഉണ്ടാകുന്ന രോഗങ്ങളിൽ നിന്ന് കുട്ടികളെ രക്ഷിക്കാനാവും. ആരോഗ്യകാര്യങ്ങളിൽ മുതിർന്നവർ സ്വീകരിക്കുന്ന കാര്യങ്ങൾ കുട്ടികളെ കൂടി പഠിപ്പിക്കേണ്ടതുണ്ട്. വ്യക്തി ശുചിത്വത്തിനൊപ്പം പരിസര ശുചിത്വവും പ്രധാനമാണ്. വീടും പരിസരവും ഒക്കെ മാലിന്യമുക്തമായിരിക്കണം. സ്കൂളിൽ പോകുമ്പോഴും വന്നതിനു ശേഷവും കുട്ടികൾ കുളിക്കുന്നത് ഉറപ്പാക്കണം. അലക്കി ഉണക്കിയ വസ്ത്രങ്ങൾ മാത്രം ധരിക്കാനും ശ്രദ്ധിക്കണം. ആഹാരത്തിന് മുമ്പും ശേഷവും കൈ നന്നായി കഴുകണം. ചുരുങ്ങിയത് 20 സെക്കൻഡ് കൈ കഴുകിക്കാൻ ശ്രദ്ധിക്കണം. വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും എങ്ങനെയാണ് പാലിക്കേണ്ടതെന്നും മനസ്സിലാക്കി കൊടുക്കണം. രക്ഷിതാക്കൾ ചെയ്യുന്നത് കണ്ടാണ് കുട്ടികൾ വളരുന്നത്. ഈ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ കൊടുത്താൽ ഒരു പരിധിവരെ മഴക്കാല രോഗങ്ങളിൽ നിന്നും മുക്തി നേടാൻ സാധിക്കും. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് പോഷകസമൃദ്ധമായ ഭക്ഷണക്രമമാണ്. ശരീരത്തിന് ചൂട് തരുന്ന ഭക്ഷണം കഴിക്കണം. തണുത്തതോ ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ടെടുത്തതോ ആയ ഭക്ഷണം ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. ചെറു ചൂടുള്ള ഭക്ഷണം കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പയറും ധാന്യങ്ങളും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. രോഗപ്രതിരോധ ശേഷിക്ക് തടസ്സം സൃഷ്ടിക്കുന്ന ഭക്ഷണങ്ങളും ഭക്ഷണശീലവും ഒഴിവാക്കണം. പെട്ടെന്ന് കേടാകുന്ന തരത്തിലുള്ള ഭക്ഷണം സ്കൂളുകളിൽ കൊടുത്തുവിടരുത്. എളുപ്പത്തിനായി ഒരു പാത്രത്തിൽ തന്നെ എല്ലാ വിഭവങ്ങളും കൊടുത്തുവിടുന്നതും ഒഴിവാക്കേണ്ടതാണ്. ഭക്ഷണം കൊടുത്തുവിടുന്നതിൽ ചൂട് നിൽക്കുന്ന തരം പാത്രം ഉപയോഗിക്കുന്നതാണ് ഉചിതം. മഴക്കാലത്ത് ആളുകൾ നേരിടുന്ന പ്രധാന പ്രശ്നം വസ്ത്രങ്ങൾ കൃത്യമായി ഉണങ്ങാത്തതാണ്. ഈർപ്പമുള്ള വസ്ത്രങ്ങൾ കുട്ടികളിൽ ജലദോഷവും പനിയും വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. അലക്കിയിടുന്ന വസ്ത്രങ്ങൾ നന്നായി ഉണങ്ങിയതിനു ശേഷം മാത്രം ഉപയോഗിക്കണം. മഴക്കാല യാത്രകളിൽ വായുസഞ്ചാരമുള്ളതും ഭാരം കുറഞ്ഞതും പെട്ടെന്ന് ഉണങ്ങുന്നതുമായ വസ്ത്രം ധരിപ്പിക്കാൻ ശ്രദ്ധിക്കണം. യൂണിഫോമുകളുടെ കാര്യത്തിലും ഇത് പിന്തുടരണം. ഉണങ്ങാത്ത വസ്ത്രം ധരിച്ച് ദിവസം മുഴുവൻ ക്ലാസ്സിലിരിക്കുന്നത് കുട്ടികളിൽ പലവിധ രോഗങ്ങൾക്ക് കാരണമാകും. റെയിൻകോട്ട്, ചെരുപ്പ്, സോക്സ് എന്നിവ ഉപയോഗിക്കുമ്പോഴും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന ഒന്നാണ് സാമൂഹിക അകലം പാലിക്കുക എന്നത്. ചുമയ്ക്കുകയോ തുമ്മുകയോ ചെയ്യുന്ന ആളുകളിൽ നിന്ന് പരമാവധി അകലം പാലിക്കുക. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്നാണ് അണുക്കൾ മറ്റൊരാളുടെ ശരീരത്തിലേക്ക് എത്തുന്നത്. തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും കയ്യിൽ ടിഷ്യൂ പേപ്പറോ തൂവാലയോ കരുതണം. ഏതെങ്കിലും കാരണവശാൽ ഇതെടുക്കാൻ മറന്നാൽ കൈമുട്ടുപയോഗിച്ച് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും അനിവാര്യമാണ്. മഴക്കാലമാണെങ്കിൽ കൂടിയും കുട്ടികളുടെ ശരീരത്തിൽ ആവശ്യമായ ജലാംശം നിലനിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ജലജന്യ രോഗങ്ങളുടെ സാധ്യത കൂടി കണക്കിലെടുത്ത് തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. ആവശ്യത്തിനുള്ള വെള്ളം ലഭിക്കുന്നത് ഉറപ്പാക്കാൻ തണ്ണിമത്തൻ, ഓറഞ്ച് പോലുള്ള പഴവർഗ്ഗങ്ങളും നൽകാം. പഴങ്ങൾ കഴിക്കാൻ മടിയുള്ളവർക്ക് അവ ജ്യൂസ് രൂപത്തിലും നൽകാവുന്നതാണ്. കൃത്യമായ ഇടവേളകളിൽ എടുക്കുന്ന വാക്സിനേഷൻ രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ്. ബന്ധപ്പെട്ട ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം
കുട്ടികളുടെ വാക്സിനേഷൻ യഥാസമയം സ്വീകരിക്കണം. സ്കൂളും പഠനവും മാത്രമായി സ്കൂൾ കാലം മാറരുത്. ആവശ്യത്തിന് കളിയും വിശ്രമവും കുട്ടികൾക്ക് ആവശ്യമാണ്. സ്കൂളിൽ നിന്ന് വന്നയുടൻ വീണ്ടും പാഠപുസ്തകത്തിലേക്ക് പോകാതെ കുറച്ചു സമയം കളികൾക്കായി മാറ്റിവെക്കണം. അതിനുശേഷം ഹോംവർക്കുകൾ തീർക്കണം. രാത്രി ഭക്ഷണം നേരത്തെ കഴിക്കാൻ ശ്രദ്ധിക്കണം. ഭക്ഷണം കഴിച്ചയുടൻ കുട്ടികളെ ഉറങ്ങാൻ വിടരുത്. അത് ദഹനക്കേട് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകും. കുറച്ചുനേരം വായനയ്ക്കോ TV കാഴ്ചയ്ക്കോ ശേഷം ഉറങ്ങാൻ അനുവദിക്കുക. കുട്ടികളുടെ പ്രായമനുസരിച്ച് 8 മണിക്കൂർ മുതൽ 10 മണിക്കൂർ വരെ അവർക്ക് ഉറക്കം ആവശ്യമാണ്. അത് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. കൃത്യമായ മുൻകരുതലിനൊപ്പം നല്ല ആരോഗ്യശീലങ്ങളും പുലർത്തിയാൽ മഴക്കാല രോഗങ്ങൾക്കെതിരെ പ്രതിരോധം തീർക്കാം. എന്നിട്ടും രോഗം വന്നാൽ സ്വയം ചികിത്സിക്കാതെ ഡോക്ടറുടെ സഹായം തേടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സാധാരണ നൽകുന്നതോ ഒരിക്കൽ വാങ്ങിയതോ ആയ മരുന്ന് വീണ്ടും വീണ്ടും കുട്ടികൾക്ക് കൊടുക്കുന്ന ശീലവും അവസാനിപ്പിക്കണം. രോഗമറിഞ്ഞ് മാത്രം ചികിത്സ നൽകണം. ഇത്തരത്തിൽ ജാഗ്രത പുലർത്തിയാൽ മഴക്കാലത്തെ സ്കൂൾ കാലം കൂടുതൽ ആരോഗ്യപൂർണ്ണമാക്കാം.